ഹലോ ഫ്രണ്ട്സ്, ജെഫ്രിയാണ് DJ വ്ളോഗ്സ്. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ലംസ്ഡെയിൽ വാട്ടർഫോൾസ് ആണ്. മറ്റ്ലോക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതുള്ളത്. ഇപ്പം നമ്മൾ താമസിക്കുന്ന കെറിബിയൻ ആഷ്ഫീൽഡിലാണ്, നോട്ടിങ്ങാം. ഇവിടെ നിന്ന് നമുക്കൊരു 45 മിനിറ്റ്സാണ് അങ്ങോട്ട് പോകാൻ കാണിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളൊന്ന് പോയി കണ്ടിട്ട് പോകാം. നമുക്കിതിനകത്ത് കൂടുതൽ ഡയലോഗുകളൊന്നും പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. നമ്മൾ മ്യൂസിക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ പോണ ലൈവ് പറയുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ച് കണ്ട് പോയി കണ്ടിട്ട് 2 വീഡിയോ ആയിട്ടായിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം നമ്മൾ ഈ സ്ഥലത്ത് ചെന്നിട്ട് നമ്മൾ നടന്നാണ് വാട്ടർഫോൾസ് കാണാൻ വേണ്ടി മേലിലോട്ട് പോയി. നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ടും വണ്ടിയിൽ ഇന്ധനമില്ലാത്തത് കൊണ്ടും നമ്മൾ അവിടത്തോളം പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് നടന്നു പോവുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോയി കണ്ടിട്ട് എന്തായാലും ഞായറാഴ്ച ട്രിപ്പ് പോവല്ലേ. ഞങ്ങൾ UK വന്നിട്ട് ആദ്യമായിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോകണതാണ്. ഞങ്ങൾ ഫാമിലി ട്രിപ്പ് പോകണതാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഏതാണെന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് കിട്ടിയതൊരു വാട്ടർഫോൾസാണ്. അപ്പം വാട്ടർഫോൾസ് കാണാനും വെള്ളത്തിനോട് പിള്ളേർക്ക് ഇഷ്ടമുള്ളത് കൊണ്ടും ഞങ്ങൾ വാട്ടർഫോൾസാണ് തപ്പിയെടുത്തത്. അപ്പം തൊട്ടടുത്തുള്ള ഒരു സ്ഥലം നോക്കിയിട്ട് ഒരു 45 മിനിറ്റ്സ് നമുക്ക് കണ്ടതുകൊണ്ട് ഞങ്ങൾ ഈ സ്ഥലം ചൂസ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് കാറിന് പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഊട്ടി കറക്റ്റ് ഊട്ടി സെയിം ഊട്ടി പോലെ അല്ലേ? വേറെ സ്ഥലം തോന്നുന്നു. ആ സൈഡിൽ യെല്ലോ, അതിന്റെ താഴെ ഗ്രീൻ അല്ലേ? പുല്ലേനായിരിക്കും പോലെ. അപ്പൊ പുല്ലങ്ങ് പച്ച പിടിച്ച് വരിക പതുക്കെ. ഗാർഡൻ സെന്റർ ആൻഡ് റെസ്റ്റോറന്റ്. ഓക്കെ, അറിയില്ല. ആയിരിക്കും, അങ്ങനെ ആയിരിക്കണം. ഇതൊക്കെയാണ് ആൾക്കാർ റീൽസ് ഇടുന്ന മരം, ആ വൈറ്റ് മരമല്ലേ? ഇങ്ങനെ ഞങ്ങൾ 35-40 മിനിറ്റോളം ഡ്രൈവ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൊക്കേഷനിലേക്ക് എത്തിച്ചേർന്നതാണ്. താഴോട്ടൊരു വലിയ ഇറക്കം ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മളുടെ വാട്ടർഫോൾസ് ഒഴുകി താഴെ കൂടി പോണ സ്ഥലം.
നമ്മൾ താഴോട്ട് ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പയ്യെ ഇറങ്ങി നല്ല കുത്തനെയുള്ള ഇറക്കമാണ്. നമ്മൾ സ്നോഫോളുള്ള സമയത്തൊക്കെ ഇല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ തന്നെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ താഴോട്ടും കൂടെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ കുറേ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എങ്ങനെ പാർക്ക് ചെയ്തേക്കണമെന്ന് നമുക്ക് മനസ്സിലാണ്. അത്രയും സ്ലോപ്പിലാണ് ആ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ താഴെ എത്താറായപ്പോഴത്തേക്കും ഒരു ചെറിയൊരു ജംഗ്ഷൻ വന്നപ്പോഴത്തേക്കും എങ്ങോട്ട് പോകണമെന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. എന്നാലും മാപ്പിൽ 100 മീറ്റേഴ്സ് എന്ന് പറഞ്ഞ് കാണിച്ചു കൊണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും കുറേ വണ്ടി അവിടെയൊക്കെ ആയിട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. കുറേ പേര് നടക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തിച്ചേർന്നു. ബാഗും കൂടെയൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടായോ? അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്രയിലെ വീഡിയോ ഇവിടെ വരെയുള്ളൂ. ഇവിടെ നിന്ന് അടുത്ത വീഡിയോ നമ്മുടെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നല്ല നല്ല വീഡിയോകൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.